ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കപ്പിൾ ലൈഫ് സ്റ്റോറി. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ പ്രത്യേകിച്ച് ക്യാരിങ് ആയതുകൊണ്ട് തന്നെ മോർണിംഗ് സിക്നസ് ഭയങ്കരമായിട്ട് അലട്ടുന്നതുകൊണ്ട് രാവിലെ എണീക്കാനേ തോന്നുന്നില്ല. പിന്നെ ഭയങ്കര എന്താ പറയുക, മൂടി കെട്ടി നിൽക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഭയങ്കര മടിയാണ് എല്ലാത്തിനും. ചെയ്യണോ എണീക്കണോ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷമൊക്കെയാണോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ടൈം കാണിച്ചിട്ട് 9 മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ എണീറ്റപ്പോൾ. എല്ലാവരും ചെയ്യുന്ന പോലെ മോർണിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എന്താ പറയുക ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഡെയിലി ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസൊന്നും ഞാൻ വാഷ് ചെയ്യാറില്ല. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സിമ്പിളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. വല്ലപ്പോഴും എടുക്കുന്ന ഫേസ് വാഷ് അല്ലേ. അപ്പോൾ ഏകദേശം അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാനത് നോട്ട് ചെയ്തത്. ഇനിയൊക്കെ ആ കാര്യത്തിലൊക്കെ എന്താ പറയുക ഒരു അടുക്കും ചിട്ടയൊക്കെ ആക്കണം വിചാരിക്കും. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പം എന്താ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്യാൻ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ ചായ കുടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ക്യാരിങ് ആയ കാരണം പാൽ ചായ അങ്ങനെ രാവിലെ കുടിക്കില്ല, എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാൻ കട്ടനാണ് കുടിക്കാറുള്ളത്. അത് അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ കട്ടൻ ചായ കുടിക്കും. പിന്നെന്താ ഒക്കെ കുടിക്കുന്നതോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോയിട്ട് എടുത്ത് കഴിക്കാറുള്ളത് കേട്ടോ. ചായ കുടിക്കുകയെന്നുണ്ടെങ്കിൽ ചായ തനിയെ കുടിക്കുകയാണ് ചെയ്യുക. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് വിശക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളത്. അങ്ങനെ മുഖമൊക്കെ കഴുകി സെറ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് കണ്ണടയിൽ എന്താ പറയുക സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് എന്താ പറയുക മിററും കാര്യങ്ങളൊക്കെ നോക്കി തന്നാൽ ഒരു ദിവസം ഫേസ് വാഷ് ഇട്ട് കഴുകിയോണ്ട് അതീവ സുന്ദരിയാവുമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക എനിക്കെന്താ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഒന്ന് സെറ്റായി എന്ന് തോന്നുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കണ്ണടയിലൊക്കെ നോക്കി നിന്ന് ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മ കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് പോയിട്ട് ഒഴിച്ച് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ തൊട്ട് നല്ല മഴ പെയ്ത് റോഡ് മൊത്തം ആകതായത്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. റോഡിലാണെങ്കിൽ വേറെ ആൾക്കാരുകളൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കടകളാണ്. അപ്പോൾ കടകളിലേക്കൊന്നും ആരും വരുന്നില്ല. കാരണം അത്ര മൂടി കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയല്ലേ. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ക്ലൈമറ്റ് ഭയങ്കര ഡള്ളാണ്. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് അമ്മാമ്മ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാമ്മയുടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ശരിയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കട്ടൻ ചായ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ അത് വെച്ച് നീട്ടണ്ട, കൈയോടെ ദോശയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ഇനി ചൂടൊക്കെ പോവില്ലേ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നീട്ടേണ്ട വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ പോലെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ എഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ദിവസം ഞാൻ എഗ്ഗൊന്നും കഴിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയ പോലെ അങ്ങനെയൊക്കെ കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു എന്താ പറയുക കുറച്ചൊരു 10-11 ആയപ്പം ടി വി ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ പഴയ സിനിമ, എനിക്കാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇപ്പോൾ പഴയ സിനിമകളോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ ഇരുന്ന് കണ്ടു. പിന്നെ ഉച്ചയായപ്പോൾ കിടന്നുറങ്ങി, ലഞ്ച് കഴിച്ചു. ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു. ചായ കുടിക്കണ നേരത്താണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോയുടെ കാര്യം. അപ്പോൾ അതൊരു ബൈറ്റ് എടുത്താണ് കേട്ടോ. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വരും. 1.5 വീക്കായിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്നെന്തായാലും വരും. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഇവനാണെങ്കിൽ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട്. പക്ഷേ ടി വിയിലാണെന്നുണ്ടെങ്കിൽ എന്താ കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങളാരും അതൊക്കെ കാണാറില്ല. അവൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ചാനൽ മാറ്റി. ഇവനാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ അവൻ എൻ്റെ എന്താ പറയുക ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവൻ ചെവിയിൽ കൈയൊക്കെ വെച്ചിരിക്കും കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ചേട്ടനൊക്കെ വന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ 1.5 വീക്കായല്ലോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. പുറത്തന്നെ നിർത്തി കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അത് കഴിഞ്ഞ് കയ്യിൽ എന്താ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ക്യാമറ ഓണാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ പെട്ടെന്ന് ആൾക്ക് കത്തിയില്ല. അപ്പോൾ എനിക്കിതെന്ത് സംഭവം. അപ്പോൾ ഞാൻ പറയാം അതെൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള വ്ളോഗാണ് എന്ന് പറയണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പീസ് എന്ന് പറഞ്ഞിട്ട് സിമ്പിളൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നത്തെ രാത്രിയത്തെ കാര്യം എന്താ പറയുക ഞങ്ങളുടെ വീഡിയോസോ ഡിന്നർ കഴിക്കണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ വിശേഷങ്ങളും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതങ്ങനെ വിട്ടു. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഫിലിം കാണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ ഏതെങ്കിലും OTT റിലീസ് ചെയ്ത പടങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ നോക്കി അതൊക്കെ ഡൗൺലോഡ് ചെയ്യലാണ് അവരുടെ പണി. ഈ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് രാവിലെ പള്ളിയിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം. അപ്പോൾ ഈവനിങ് ആണ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഈ വീഡിയോയിൽ വേറെ കാര്യമായിട്ട് എന്താ പറയുക, വ്ളോഗിൽ വേറെ കാര്യമായിട്ട് ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ എന്താ, ഒരു ബിഗിനർ എന്ന നിലയിൽ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിനിയും വീഡിയോ ഒക്കെ എന്താ പറയുക, കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.